ഇടുക്കി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ വേസ്റ്റ് ബിൻ അഴിമതി ആരോപണത്തിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് ജോസ്മി ജോർജ്. പദ്ധതി നടപ്പാക്കാൻ കൂട്ടായി നിന്നവരാണ് ഇപ്പോൾ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതെന്നും ജോസ്മി ജോർജ് ആരോപിച്ചു. ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന പദ്ധതിയുടെ ഭാഗമായി വേസ്റ്റ് ബിൻ വാങ്ങി സ്ഥാപിക്കാൻ പഞ്ചായത്ത് പണം ചെലവഴിച്ചതിലാണ് ആരോപണങ്ങൾ ഉയർന്നത്. UDF ഭരിക്കുന്ന വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇടതുപക്ഷ അംഗങ്ങളാണ്. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ഉൾപ്പെട്ട സ്റ്റിയറിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്ത് മുഴുവൻ അംഗങ്ങളും അംഗീകരിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പാസാക്കിയ ശേഷമാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിക്കായി ശുപാർശ ചെയ്ത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ബിൽ പരിശോധിച്ച് അംഗീകാരം കൊടുത്ത ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ വൈസ് പ്രസിഡന്റും ഒരു വിയോജിപ്പും പ്രകടിപ്പിച്ചിരുന്നില്ല. പിന്നീട് പദ്ധതി നടപ്പാക്കുകയും വേസ്റ്റ് ബിൻ വാങ്ങി വിതരണം നടത്തുകയും ചെയ്ത ശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ വേസ്റ്റ് ബിന്നുകൾക്ക് വലിയ വില നൽകി കമ്മീഷൻ വാങ്ങിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ത്രിതല പഞ്ചായത്തുകൾക്ക് ഇത്തരം കാര്യങ്ങൾക്കായി സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ഗവൺമെന്റ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിയത്. വസ്തുത ഇങ്ങനെയെന്നിരിക്കെ ആരോപണത്തിന് അടിസ്ഥാനമില്ലെന്നും ഏത് വിധത്തിലുള്ള അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഉൾപ്പെടുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകരിച്ച പ്രോജക്റ്റാണ് നമ്മൾ ജനറൽ കമ്മിറ്റിയിലേക്ക് വയ്ക്കുകയും ജനറൽ കമ്മിറ്റി അത് അംഗീകരിക്കുകയും ചെയ്ത്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിലോ ജനറൽ കമ്മിറ്റിയിലോ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ഒരാക്ഷേപം ഉന്നയിക്കുകയോ ഒരു വിയോജനം പോലും രേഖപ്പെടുത്തുകയോ ചെയ്യാതെ മാർച്ച് മാസത്തിൽ പദ്ധതി പൂർത്തിയാക്കി ജൂൺ അവസാനമായപ്പോഴാണ് ഇങ്ങനെ ഒരു അഴിമതിയുണ്ട് എന്ന ആരോപണം പുറത്തു വരുന്നത്. ഈ 3 മാസക്കാലം ആക്ഷേപങ്ങളൊന്നും ഉന്നയിക്കാതെ ഒരു വിയോജനം പോലും രേഖപ്പെടുത്താതെ കമ്മിറ്റികളെല്ലാം അംഗീകരിച്ചു പോയ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ട് 3 മാസങ്ങൾക്ക് ശേഷം അതിനകത്ത് അഴിമതി ഉണ്ട് എന്ന് ഉള്ള ആരോപണം പുറത്തു വരുമ്പോൾ അത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്ന് ജനങ്ങൾ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിനുള്ളിലുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടതുപക്ഷ അംഗങ്ങൾ ആരോപണം ഉന്നയിച്ചതോടെ കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയം വിജിലൻസ് അന്വേഷണത്തിന് വിടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിച്ചു. കമ്മിറ്റി ഇക്കാര്യം പാസാക്കുകയും ചെയ്തു. ഇതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. വാത്തിക്കുടി പഞ്ചായത്ത് 3 വർഷം ഭരിച്ചത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുൻപന്തിയിൽ നിന്ന് നടപ്പാക്കിയ പദ്ധതിയിൽ മാസങ്ങൾക്ക് ശേഷം ആരോപണം ഉന്നയിക്കുന്നതിന്റെ അടിസ്ഥാനമെന്തെന്ന് വാത്തിക്കുടിയിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി.